ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൃപയാലാണ് അല്ലെങ്കിൽ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പം പലർക്കും ഒരു കൺഫ്യൂഷൻ വരും. അന്നേരം പ്രവൃത്തികളൊന്നും വേണ്ടേ, എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തികളൊന്നും വേണ്ടേ, നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, പിന്നെ നമുക്ക് മാറ്റമൊന്നും വേണ്ട, ഏതായാലും പ്രവൃത്തി കാരണമല്ലാന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. എഫേസ്യ ലേഖനം 2:8 ഞാനത് വായിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ എൻ്റെ സൽപ്രവർത്തികൾ കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെന്നാകല്ലേ, കർത്താവിൻ്റെ കൃപ കൊണ്ട്, കർത്താവിൻ്റെ ദാനമാണ്, ഞാനത് സ്വീകരിക്കുക ചെയ്തത്, അതിനൊരു മാറ്റമില്ല. പക്ഷേ അതിൻ്റെ അടുത്ത കാര്യം പറയാണ്, അത് പ്രവൃത്തിയുള്ള ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കർത്താവിന് ഇത് ഞാൻ അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ അതിനുള്ള പ്രവൃത്തി ചെയ്തു. ഈ ജോലിക്കാർ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ലോഡിങ് തൊഴിലാളികളൊക്കെ കണക്ക് പറഞ്ഞ് കൂലി പിടിക്കും. നമുക്ക് എപ്പോഴും പേപ്പറിലൊക്കെ വായിക്കുന്നതാണ്, ഒന്നും ചെയ്തില്ല എപ്പോഴും നോക്കൂലെന്ന് പറഞ്ഞിട്ടൊക്കെ കണക്ക് പറഞ്ഞ് മേടിക്കും. കാരണം അതൊരു അവകാശമാണെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല എൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് എനിക്കിത് ലഭിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണ് എനിക്ക് വിശുദ്ധ ജീവിതം ലഭിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രവൃത്തിയിൽ കാരണമല്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ന്യായമായ ചോദ്യം, അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഈ സൽപ്രവൃത്തികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, ഞാനത് റിസീവ് ചെയ്തു. ഇനി അടുത്തത് 9, അത് പ്രവൃത്തിയുള്ള ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റത്തില്ല എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് രക്ഷ കിട്ടിയത്. അത് കർത്താവിന് ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ചതാണ്, ജഡം കൊണ്ട് അല്ലെ ജഡത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. എന്നതിന് സ്വന്തം ശക്തിയുണ്ട്, അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇനി അടുത്ത 10, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. എന്നുവെച്ചാൽ കർത്താവ് നമ്മളെ മെനഞ്ഞെടുത്തതാണ്. എന്തിനാ? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഞാൻ വായിക്കുന്നു എഫേഷ്യൻസ് ചാപ്റ്റർ 2:10. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, എന്തിനാണെന്നുള്ള, നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചെന്നുള്ള, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായിട്ട്, ഗുഡ് ഡീഡ്സ്. ഈ ദാനങ്ങൾ മാത്രമല്ല ഈ ഗുഡ് ഡീഡ്സ് കേട്ടോ. നമ്മുടെ ഗുഡ് നേച്ചർ, നല്ല സ്വഭാവം, മാനസാന്തരപ്പെട്ട സ്വഭാവം, കർത്താവിൻ്റെ സ്വഭാവം, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ഉള്ളിലൊരു പിക്ചർ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ എങ്ങനെയായിരിക്കണം, എൻ്റെ മകൾ എങ്ങനെയായിരിക്കണം. നമ്മൾ ഈ വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ദമ്പതിമാർക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വലിയ സങ്കല്പങ്ങളാണ്. പേരിടുന്നു, അതിടുന്നു, ഇത് പ്രത്യേകിച്ച് പ്രേമിക്കുന്ന സമയത്താണ് ഈ പേരിടിലൊക്കെ. പേരിടൽ ചടങ്ങ് ആദ്യമേ കാണും. ആദ്യത്തെ കുഞ്ഞിന് ഇന്ന പേരിടണം, രണ്ടാമത്തെ കുഞ്ഞിന് ഈ പേരിടും, പ്രേമിക്കപ്പെടും. ഈ പ്രേമല്ല കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതുകൊണ്ട്. അപ്പം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി സൽപ്രവർത്തനം ഒരു ഗുഡ് ഡീഡ്സ് ഒരുക്കിയിട്ടുണ്ട്. നമ്മളല്ലേ ഗുഡ് ഡീഡ്സ് ചെയ്തിട്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവം മുൻകൂട്ടി ഒരുക്കി വെച്ച ആ ഒരു നേച്ചർ, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തികളിലേക്ക് നമ്മൾ വരിക, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അത് ഒഴുകുക. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പല ആൾക്കാരും സ്വന്തം ബുദ്ധിയിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യും, ദാനധർമ്മങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കും, കെട്ടിക്കാനായിട്ട് പൈസ കൊടുക്കും. അവരുടെ ജീവിതത്തിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ അവർ കുറേ സൽപ്രവർത്തികൾ ചെയ്യും. എന്നിട്ട് അതിലവരങ്ങ് സംതൃപ്തരാകും. ഇതൊക്കെ മതി, ദൈവത്തിന് മുമ്പിൽ പ്രസാദകരമായി. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി വേണം നമ്മൾ അതും ചെയ്യാൻ. നമ്മളൊരു കാര്യം സ്വന്തം ബുദ്ധി ചെയ്യുമ്പോൾ ഡിനൈ യുവർ സെൽഫ് എന്നുള്ള അവിടെ തെറ്റി. അതെൻ്റെ സ്വന്തം ബുദ്ധിയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. എന്തിനാണ്? ദൈവം നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികളിലേക്ക്. അതുപോലും കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദോസ് ഹു ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന സഹായ പ്രവർത്തികൾ, സൽപ്രവർത്തികൾ പോലും, നമ്മുടെ സ്വഭാവം അത് വേറെ, നമ്മുടെ ചാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും
പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങോടുകൂടി. കാരണം നമ്മൾ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനകത്ത് വ്യക്തമായിട്ട് പ്ലാൻ പരിശുദ്ധാത്മാവിനുണ്ട്. ചിലപ്പം അനേക ആൾക്കാർ ചെയ്യുന്നിടത്ത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. ആർക്കും റീച്ച് ചെയ്യാൻ പറ്റാത്തടത്തോട്ടായിരിക്കും ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധി പോയാലോ, കർത്താവ് നമ്മളെ കൊണ്ട്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്നെ കൊണ്ടൊരു എമൗണ്ട് മാറ്റി നമ്മുടെ അടുത്തുള്ളൊരു പാവപ്പെട്ട സ്ത്രീ ആരും സഹായിക്കാനില്ലെന്ന് വിചാരിക്കുക. അവരെ ഞാൻ സഹായിക്കണമെന്നാണ് കർത്താവ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു വലിയൊരു സംഭവം, നാട്ടിലൊരു വലിയ സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടാണ്, ഒരാളുടെ മോചനദ്രവ്യമായിട്ട് ഒത്തിരി പൈസ. അതിനകത്തൊന്നും തെറ്റല്ല പറയുന്നത്, ഞാൻ എക്സാമ്പിൾ പറയും. അപ്പോൾ ഞാൻ ഇതൊന്നും തിരിച്ചറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഈ പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കണം, അവരെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഞാൻ പെട്ടെന്ന് ഒരു എടുത്തിയാട്ടത്തിന് അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീഡിയ കവറേജിന് എന്തിനുമായിട്ട് എൻ്റെ ഇരുന്ന ഇതിനു വേണ്ടി വെച്ചിരുന്ന പൈസ ഞാനെടുത്ത് ഈ ആൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പരിപാടിയാണ്. എനിക്ക് പേര് കിട്ടും, എനിക്ക് സന്തോഷം കിട്ടും. ആ പേപ്പർ ന്യൂസ് വായിക്കുമ്പോൾ എനിക്കും അതിനകത്തൊരു പാർട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള സന്തോഷം കിട്ടും. പക്ഷേ കർത്താവ് എന്നിൽ കൂടെ ഈ സഹായം പ്രതീക്ഷിച്ചല്ലേ നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്ന, ഞാൻ കർത്താവ് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഈ ലേഡിക്കത് കിട്ടുമോ, പാവപ്പെട്ട സ്ത്രീക്കത് കിട്ടുമോ? ഒരു കർത്താവിൻ്റെ പദ്ധതി എങ്ങനെ നടക്കുന്നു? ഇത്രയെങ്കിലും നമ്മൾ തിരിച്ചറിയാം. അത് കൊടുക്കണ്ടെന്നല്ല എനിക്ക് പറഞ്ഞു കേട്ടോ. റൈറ്റ് സെൻസിൽ ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഒരു കാര്യം ചെയ്യുന്നുണ്ട്, പരിശുദ്ധമായിട്ട് ചോദ്യം, പരിശുദ്ധമാവും ഞാൻ ഇതിലോട്ട് ചെയ്യണം, ഞാൻ ചെയ്തതിൽ വേറെ ആരും ചെയ്യാനുണ്ടോ? ഇതാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇതാണോ അങ്ങ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? ലീഡ് കർത്താവിനെ